തമിഴ്നാട്ടിലിനി മദ്യപിക്കണമെങ്കിൽ സ്വന്തം കിഡ്നി വിൽക്കേണ്ടി വരും. എന്താണെന്നല്ലേ? ഈ പറയുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ടാസ്മാക് മദ്യവിൽപ്പനശാലകളെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചില റിപ്പോർട്ടുകൾ എല്ലാവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യമായി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ മദ്യത്തിൻ്റെ വില വർധനവിനെക്കുറിച്ചുള്ള വാർത്തയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ടാസ്മാക് വഴി വിൽക്കുന്ന സാധാരണ മദ്യത്തിൻ്റെയും അതുപോലെ ഇടത്തരം നിലവാരത്തിലുള്ള വിദേശ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയുമൊക്കെ വിലയിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതെത്ര രൂപയാണെന്നറിയാമോ? ഏകദേശം 10 രൂപ മുതൽ 50 രൂപ വരെ വില വർദ്ധിപ്പിക്കാനാണ് ടാസ്മാക് അധികൃതർ ആലോചിക്കുന്നത്. സ്വാഭാവികമായും ഇത് പതിവായി മദ്യശാലകളിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയും ഒരു തരം അസ്വസ്ഥതയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുവശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കണം. വലിയൊരു വിജയത്തോടെ വിജയ് തമിഴക വെട്രിക്കഴകത്തിൻ്റെ അതായത് TVK പാർട്ടിയുടെ നേതാവായി. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് സംസ്ഥാനത്തെ ക്രമസമാധാനം, സ്ത്രീകളുടെ സുരക്ഷ, കൂടാതെ ലഹരി മരുന്നുകൾക്കെതിരെയുള്ള നടപടികൾ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അതുപോലെ തന്നെ ഈ ടാസ്മാക് വിഷയത്തിലും മുഖ്യമന്ത്രി വിജയ് വളരെ കർശനമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടാസ്മാക് മദ്യശാലകളുടെ സാമീപ്യം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം സുപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ കൂടാതെ ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനാണ് അദ്ദേഹം ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വില വർധനവ് കൂടി വരുന്നത് എന്ന്. മദ്യശാലകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണോ ഇതെന്നാണ് പൊതുവെ ഉയരുന്ന ചർച്ച. മദ്യത്തിൻ്റെ വില കൂട്ടുമ്പോൾ അതിൻ്റെ ഉപയോഗം കുറയുമെന്നും പ്രത്യേകിച്ച് സ്കൂളുകൾക്കും മറ്റും സമീപമുള്ള കടകൾ അടച്ചുപൂട്ടുമ്പോൾ സാമൂഹികമായ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ മദ്യനയത്തിൽ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു വശത്ത് മദ്യശാലകൾ പൂട്ടാനുള്ള തീരുമാനം വലിയൊരു വിഭാഗം ജനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ വില വർധനവ് മദ്യപാനികൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം നടപ്പിലാക്കുമ്പോൾ തമിഴ്നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മദ്യശാലകൾ പൂട്ടാനുള്ള ഈ തീരുമാനം ശരിയായ നടപടിയാണോ അതോ വില വർധനവ് സാധാരണക്കാരനെ ബാധിക്കുമോ എന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. ഇതൊന്നും കൂടാതെ പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യത്തിലും വിജയ് സർക്കാർ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതെന്താണെന്നറിയാമോ? 21 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്ന നിയമം നേരത്തെ തന്നെ നിലവിലുണ്ട്. പക്ഷേ അത് ഇനി വളരെ കർശനമായി പാലിക്കണമെന്നാണ് പുതിയ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. അതായത് ടാസ്മാക് കടകളുടെ ലൈസൻസ് കട്ട് ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മദ്യത്തിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മദ്യപാനികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സാധാരണ മദ്യത്തിൻ്റെയും വിദേശ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയും വിലയിൽ മാറ്റം വരുത്താൻ സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്.
മദ്യശാലകൾ കുറയ്ക്കുമ്പോഴുണ്ടാകുന്ന സർക്കാരിൻ്റെ വരുമാന നഷ്ടം നികത്തുന്നതിനും മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുമുള്ള ഒരു സന്തുലിതമായ തീരുമാനമായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. എന്തായാലും ഈ തീരുമാനങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ തമിഴ്നാട്ടിലെ മദ്യവിപണിയിൽ വലിയൊരു മാറ്റം തന്നെ വരാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ 4000-ലധികം ടാസ്മാക് മദ്യക്കടകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ കടകൾ വഴി പ്രതിദിനം 150 കോടി രൂപ മുതൽ 200 കോടി രൂപ വരെയാണ് സർക്കാരിന് വരുമാനമായി ലഭിക്കുന്നത്. ഇതെല്ലാം കൂടാതെ ദീപാവലി, പൊങ്കൽ, ക്രിസ്മസ്, പുതുവത്സരം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഈ വരുമാനം കുതിച്ചുയരാറുമുണ്ട്. അത്തരം ദിവസങ്ങളിൽ ഇത് 400 കോടി മുതൽ 500 കോടി രൂപ വരെയായി ഉയരാറുമുണ്ട്. മദ്യ ഉൽപ്പാദന സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഈടാക്കുന്ന ചില ഫീസുകളിലും മറ്റും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ നടപടികൾ വരുമ്പോൾ ഉൽപ്പാദന ചെലവിലും വിതരണ ചെലവിലും വലിയൊരു വർധനവ് ഉണ്ടാകും എന്നാണ് മദ്യ ഉൽപ്പാദകർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക തുടങ്ങിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെ ചില വിഭാഗങ്ങളിലും അതുപോലെ ബിയർ വിഭാഗങ്ങളിലും ഉടൻ തന്നെ വിലയിൽ മാറ്റം വന്നേക്കാം എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് നിർമ്മാണ ചെലവുകൾ കൂടിയ സാഹചര്യത്തിൽ നിലവിലെ വിലയിൽ മദ്യം വിൽക്കുന്നത് തങ്ങൾക്ക് വലിയ ബാധ്യതയാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഉൽപ്പാദകർ സർക്കാരിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മദ്യനിർമ്മാതാക്കൾ നേരിടുന്ന ഈ സാമ്പത്തിക സമ്മർദ്ദം സാധാരണക്കാരായ മദ്യപാനികളെ കൂടി ബാധിക്കാൻ പോവുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും, വില എത്രത്തോളം ഉയരും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വൈകാതെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കുറച്ച് ഗൗരവകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ. എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ മദ്യത്തിന് വില വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നത്? അതൊന്ന് നോക്കാം. സില്ലറൈ വില അഥവാ റീറ്റെയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് അത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഉൽപ്പാദന ചെലവും ഒക്കെ വല്ലാതെ കൂടിയിരിക്കുകയാണ്. മദ്യം ഫാക്ടറിയിൽ നിന്ന് കടകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഗതാഗത ചെലവും പാക്കേജിങ്ങിന് ആവശ്യമായ ചെലവുകളും എല്ലാം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മദ്യനിർമ്മാണ കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പണ്ടത്തെ അതേ വിലയ്ക്ക് മദ്യം വിൽക്കുന്നത് തങ്ങൾക്ക് ഒട്ടും പ്രായോഗികമല്ലെന്നാണ് കമ്പനികൾ വാദിക്കുന്നത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഗൗരവമായി പരിശോധനകൾ നടത്തി വരുന്നത്. 717 ടാസ്മാക് മദ്യക്കടകൾ സർക്കാർ അടുത്തിടെ അടച്ചുപൂട്ടിയിരുന്നല്ലോ. സാധാരണയായി സർക്കാരിന് വലിയൊരു തുക വരുമാനമായി ലഭിച്ചിരുന്ന കടകളാണിവ. ഈ 717 കടകൾ പൂട്ടിയതോടെ ടാസ്മാക് വഴി ലഭിക്കുന്ന മൊത്തം വരുമാനത്തിൽ വലിയൊരു കുറവ്, ഏകദേശം പകുതിയോളം വരുമാന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മദ്യക്കടകൾ കുറഞ്ഞതും ഉൽപ്പാദന ചെലവ് കൂടിയതും ഒക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വില വർധനവ് അനിവാര്യമാണെന്നൊരു വിലയിരുത്തലിലാണ് സർക്കാർ. ഒരു വശത്ത് മദ്യശാലകൾ പൂട്ടാനുള്ള നല്ല തീരുമാനം, മറുവശത്താണെങ്കിലോ ഈ നഷ്ടം നികത്താനുള്ള സാമ്പത്തിക സമ്മർദ്ദം. ഇതൊക്കെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ടാസ്മാക് വിഷയത്തിൽ നടക്കുന്നത്. മദ്യത്തിൻ്റെ വില വർധനവ് മാത്രമല്ല, ടാസ്മാക് ബാറുകളുടെ ലൈസൻസ് കാലാവധി നീട്ടുന്നതിനെക്കുറിച്ചും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസായ സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ടാസ്മാക് മദ്യവിൽപ്പനയുടെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്കോ കൈമാറുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ടാസ്മാകിൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. വില വർധനവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അവസ്ഥ കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. 2024 ഫെബ്രുവരി 1-നാണ് തമിഴ്നാട്ടിൽ ഇതിനു മുൻപ് മദ്യത്തിൻ്റെ വില അവസാനമായി വർദ്ധിപ്പിച്ചത്. അന്ന് വിപണിയിലുണ്ടായിരുന്ന വിവിധ ബ്രാൻഡുകളുടെ മദ്യത്തിന് ഏകദേശം 10 രൂപ മുതൽ 80 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചത്. അന്നത് മദ്യപാനികൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ആ തീരുമാനം. എന്തായാലും ഇത്തവണ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ മദ്യവില വീണ്ടും ഉയരുമോ, അതോ ബാർ ലൈസൻസിലും സ്വകാര്യവൽക്കരണത്തിലും വലിയ മാറ്റങ്ങൾ വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.